സ്റ്റുഡൻസ്, സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ നോക്കാം. സിലിക്കൺ ജർമേനിയാണ് അബണ്ടൻ്റ്ലി യൂസ്ഡ് സെമി കണ്ടക്ടർ. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസാണ്. അപ്പോൾ സിലിക്കൺ SI ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിന് ഓരോ ഇലക്ട്രോണിൻ്റെ അടുത്തും ഓരോ നെയ്ബറിങ് സിലിക്കൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഈ ഓരോ സിലിക്കൺ ആറ്റത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ, അടുത്ത സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 4 ഇലക്ട്രോൺ, അടുത്ത സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 4 ഇലക്ട്രോൺ, അടുത്ത സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 4 ഇലക്ട്രോൺ. അപ്പോൾ ഈ സെൻറ്ററിലെ സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഇതാണ് ഒരു സെമി കണ്ടക്ടറിൻ്റെ കെമിക്കലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ചാർജസ് ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. പ്യുവർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടർ. നോ ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഫ്രീ ചാർജസ്. ഇതിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണുള്ള ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ആൻറ്റിമണിയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണാണ്. 1 2 3 4 ഒരു ഇലക്ട്രോൺ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ സിലിക്കൺ ആറ്റം 4 സിലിക്കൺ ആറ്റം ചുറ്റും വന്നു കഴിഞ്ഞാൽ സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്കറിയാം 4 ഇലക്ട്രോണാണ്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറായ സിലിക്കൺ ബാറിലേക്ക് നമ്മൾ ആൻറ്റിമണി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇവിടെ സിലിക്കൺ ആറ്റം. അപ്പോൾ ഈ സെൻറ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സിലിക്കൺ ആറ്റത്തിന് ഷെയർ ചെയ്യാനായിട്ട് ആൻറ്റിമണിയുടെ 4 ഇലക്ട്രോൺ കിട്ടി. അപ്പോൾ ഇങ്ങനെ ചുറ്റും സിലിക്കൺ ആറ്റങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഈ സിലിക്കൺ ആറ്റത്തിന് നോക്കിക്കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺ കിട്ടി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റുമായിട്ട് കിട്ടി. പക്ഷേ ആൻറ്റിമണിയിൽ 1 ഇലക്ട്രോൺ സിലിക്കൺ ആറ്റത്തിന് ഷെയർ ചെയ്യാൻ കൊടുക്കാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടറിലെ ചാർജ് കാരിയറായിട്ട് ആക്ട് ചെയ്യണത്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ചാർജ് കാരിയേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് പ്യുവർ സെമി കണ്ടക്ടറിനെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണുള്ള ഇമ്പ്യൂരിറ്റി വെച്ച് നമ്മൾ ഡോപ്പ് ചെയ്യുമ്പോൾ ആ ടൈപ്പ് സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. കാരണം എന്താണ്? ദ ചാർജ് കാരിയേഴ്സ് ഓഫ് ഇൻ ദിസ് സെമി കണ്ടക്ടർ ഈസ് ഫ്രീ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ എന്നുള്ള അർത്ഥത്തിൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത പ്യുവർ സെമി കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് N ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി ഈ സിലിക്കൺ ആറ്റം നോർമലായിട്ടുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് N ടൈപ്പ് സെമി കണ്ടക്ടറായി. അപ്പോൾ ആ സെമി കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനി നമ്മൾ ഡോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതായത് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഡോപ്പിംഗ്. ഡോപ്പ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ
ഇവിടെ ഉള്ളൊരു സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ഇതിന് പെയർ ചെയ്യാനായിട്ട് ആരും ഇലക്ട്രോണിനെ കൊടുക്കുന്നില്ല. അടുത്ത സിലിക്കൺ ആറ്റം 4 ഇലക്ട്രോൺ, അതിന് ഇവിടുന്ന് ഒരെണ്ണം കൂടി കിട്ടി. അതേപോലെ അടുത്ത ബോറോണിൽ നിന്ന് ഒരെണ്ണം കൂടി കിട്ടി. അങ്ങനെ അതിന് ചുറ്റും 8 ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എന്നുള്ള ഒരു സ്റ്റെബിലിറ്റി വന്നു. അതേസമയം ഇവിടെ ഇതിന് ഷെയർ ചെയ്യാനായിട്ട് വേറെ ഇലക്ട്രോണിനെ കൊടുക്കാത്തതുകൊണ്ട് ബോറോണിന് ആകെ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഷെയർ ചെയ്യാനായിട്ട്, ഈ സിലിക്കൺ ആറ്റത്തിന് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, അതായത് പോസിറ്റീവ് ചാർജ്, അതിനെ നമ്മൾ ഹോൾ എന്നാണ് സെമി കണ്ടക്ടറിൽ വിളിക്കുക. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഡെവലപ്പ് ചെയ്യും. ഈ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ് ഈ സെമി കണ്ടക്ടറിലെ ചാർജ് കാരിയർ. ഫോർ എക്സാമ്പിൾ, ഈ ഹോളിലേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ ഇവിടെ ഹോൾ ഉണ്ടാവും. അപ്പോൾ ഈ ഹോളിലേക്ക് അടുത്ത സിലിക്കൺ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടെ ഹോളുണ്ടാവും. അങ്ങനെ ചാർജ് കാരിയേഴ്സ് ഈ ടൈപ്പ് ഡോപ്പിങ്ങിൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കാരിയേഴ്സ് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഹോളാണ്. അതുകൊണ്ട് ദാറ്റ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ വി കോൾ ബൈ ദ നെയിം പി ടൈപ്പ് സെമി കണ്ടക്ടർ. വി കോൾ ബൈ ദ നെയിം പി ടൈപ്പ് സെമി കണ്ടക്ടർ. അങ്ങനെയാണ് സെമി കണ്ടക്ടറിനെ 2 ടൈപ്പായിട്ട് പറയുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ചാർജ് കാരിയേഴ്സ് ആർ ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് ഈസ് ഡോപ്ഡ് വിത്ത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ പ്യുവർ സെമി കണ്ടക്ടർ ഡോപ്ഡ് വിത്ത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ലൈക്ക് ബോറോൺ, ഇൻഡിയം. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ ആൻറ്റിമണി, ബിസ്മത്ത്, ഫോസ്ഫറസ്. എക്സാമ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആൻറ്റിമണി, ബിസ്മത്ത്, ഫോസ്ഫറസ്. ബിസ്മത്ത്, ഫോസ്ഫറസ് അതൊക്കെ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ ആവും. അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, ചാർജ് കാരിയേഴ്സ് നെഗറ്റീവ് ഇലക്ട്രോൺസ്. അങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാൻ സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റിന് ചോദിച്ചിരുന്നു. അതേസമയം ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഉണ്ടാവുന്നത്. അത് പോസിറ്റീവ് ചാർജായിട്ട് കണക്കാക്കും. അതിൻ്റെ പേര് ഹോള്. അതുകൊണ്ട് ഈ ടൈപ്പ് സെമി കണ്ടക്ടറിനെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. അതിൽ ചാർജ് കാരിയേഴ്സ് നെഗറ്റീവ് ഇലക്ട്രോൺസ് അല്ല, പോസിറ്റീവ് ഹോൾസ് ആണ്, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അത് പി ടൈപ്പ്. ഡോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സാധാരണ ബോറോൺ, പിന്നെ ഇൻഡിയം. അതാണ് പി ടൈപ്പും എൻ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം. എഗെയിൻ വി നോ ദ പ്യുവർ സെമി കണ്ടക്ടർ സിലിക്കൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്, അത് 4 സിലിക്കൺ ആറ്റുമായിട്ട് ഷെയർ ചെയ്ത് കോവാലൻ്റ് ബോണ്ടിൽ 8 ഇലക്ട്രോൺസ്. അപ്പോൾ അത് പ്യുവർ ഫോം ആയതുകൊണ്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇൻട്രിൻസിക് ഡോപ്പ് ചെയ്യും ഇമ്പ്യൂരിറ്റി വെച്ച്. അപ്പോൾ അത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറായി പി ടൈപ്പ് ആക്കാം. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്താൽ, പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്താൽ എൻ ടൈപ്പ് ആക്കാം. ഓക്കെ.